സാംബിത് റോദ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വലിയ പേരുകളൊന്നാണ് സാംബിത് റോദ എന്ന് പറയുന്നത്. ഡീപ് സ്റ്റേറ്റുമായിട്ടൊക്കെ ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നീ രാജ്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ് സാംബിത് റോദയുടേത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ പോയപ്പോൾ എൻ്റെ സ്വന്തം വീട് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടതെന്നാണ് സാംബിത് റോദ പറയുന്നത്. അതൊരു വിവാദ പ്രസ്താവനയായി മാറിയിരിക്കുന്നു. അയൽ രാജ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പിട്രോഡ ഇക്കാര്യം പറഞ്ഞത്. പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും എന്നിവിടങ്ങളിൽ പോകുമ്പോൾ എനിക്ക് സ്വന്തം വീട് പോലെയാണ് അനുഭവപ്പെടുന്നത്. ഞാനൊരു വിദേശ രാജ്യത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന ശ്രദ്ധ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിലായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നുവെന്ന് സാംബിത് റോദ പറയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ വിദേശ നയത്തിൻ്റെ ശ്രദ്ധ നമ്മുടെ അയൽ രാജ്യങ്ങളിലായിരിക്കണം. നമ്മുടെ അയൽക്കാരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയുമോ? ഞാൻ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. എനിക്ക് അവിടെ സ്വന്തം നാട് പോലെയാണ് തോന്നിയത്. ബംഗ്ലാദേശിലും നേപ്പാളിലും ഞാൻ പോയിട്ടുണ്ട്. അവിടെ എനിക്ക് സ്വന്തം നാട് പോലെ തോന്നി. ഈ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഞാനൊരു വിദേശ രാജ്യത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് സാംബിത് റോദ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വൈവിധ്യത്തെക്കുറിച്ചുള്ള പ്രസ്താവന, കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ വൈവിധ്യത്തെക്കുറിച്ച് പിട്രോഡ ഒരു വിവാദ പ്രസ്താവന നടത്തി. അയാൾ പറഞ്ഞത് ഇന്ത്യയിൽ കിഴക്ക് നിന്നുള്ള ആളുകൾ ചൈനക്കാരെ പോലെയും, പടിഞ്ഞാറ് നിന്നുള്ള ആളുകൾ അറബികളെ പോലെയും, വടക്ക് നിന്നുള്ള ആളുകൾ വെള്ളക്കാരെ പോലെയും, തെക്ക് നിന്നുള്ള ആളുകൾ ആഫ്രിക്കക്കാരെ പോലെയും കാണപ്പെടുന്നു. ഈ വിവാദം രൂക്ഷമായപ്പോൾ ഇയാൾ ഇന്ത്യൻ ഓവർസീസ് കോൺസുലേറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അനന്തരാവകാശ നികുതിയെക്കുറിച്ചുള്ള ഇയാളുടെ പ്രസ്താവന നേരത്തെ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെ സ്വത്തുക്കൾ സർവേ ചെയ്യുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ പരാമർശിച്ചാണ് ഇയാൾ ഈ പ്രസ്താവന നടത്തിയത്. ഇതിന് മറുപടിയായി US നടപ്പിലാക്കിയ അനന്തരാവകാശ നികുതിയെക്കുറിച്ചും പിട്രോഡ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.